ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ ട്രയൽ ബാലൻസുമായി ബന്ധപ്പെട്ടുള്ള എറേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഏതെല്ലാം തരത്തിലുള്ള എറേഴ്സാണ് ട്രയൽ ബാലൻസിൽ സംഭവിക്കാറുള്ളത് എന്നുള്ളതാണ്. അതിൽ വൺ സൈഡഡ് എറേഴ്സ് ഉണ്ട്, ടു സൈഡഡ് എറേഴ്സ് ഉണ്ട്. വൺ സൈഡഡ് എറേഴ്സ് വരികയാണെങ്കിൽ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് കോളങ്ങൾ തുല്യമാവില്ല. എന്നാൽ ടു സൈഡ് എറേഴ്സ് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് ക്രെഡിറ്റ് കോളങ്ങൾ തുല്യമാണെങ്കിലും അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എറേഴ്സാണ്. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണ് എറർ ലൊക്കേറ്റ് ചെയ്യുക, നമ്മൾ എറർ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും, എറർ എവിടെയാണെന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുക, ആ എറർ നമ്മൾ എങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ലൊക്കേഷൻ ഓഫ് ആൻ എറർ, നമ്മൾ എററിനെ ലൊക്കേറ്റ് ചെയ്യുന്നു, എററിനെ നമ്മൾ ആദ്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുള്ള സ്റ്റെപ്സ് ആണ് ഇതിനകത്ത് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ടോട്ടൽസ് ഓഫ് ട്രയൽ ബാലൻസ് ഷുഡ് ബി റീചെക്ക്ഡ്. ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ട്രയൽ ബാലൻസ് രണ്ട് സൈഡും ഈക്വൽ ആവുന്നില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ടോട്ടൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. രണ്ട് കോളങ്ങളെയും ഡെബിറ്റ് കോളത്തിലെയും ക്രെഡിറ്റ് കോളത്തിലെയും ടോട്ടൽ എമൗണ്ടുകൾ ഒന്നുകൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യും. See that all ledger account balances including cash and bank balances are properly written in trial balance. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസ് രണ്ട് സൈഡും ഒന്നുകൂടെ ടോട്ടൽ റീചെക്ക് ചെയ്യുന്ന സമയത്തും രണ്ട് സൈഡും ഈക്വൽ ആവുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ട്രയൽ ബാലൻസിനകത്ത് എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ, ക്യാഷ് അക്കൗണ്ടും ബാങ്ക് ബാലൻസും ഉൾപ്പെടെയുള്ള എല്ലാ അക്കൗണ്ടുകളും ട്രയൽ ബാലൻസിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ, അതെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെയും അതിനകത്ത് ഡിഫറൻസ് വരികയാണെങ്കിൽ അസർടൈൻ ദി എക്സാക്റ്റ് എമൗണ്ട് ഓഫ് ഡിഫറൻസ് ഇൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിലെ കൃത്യമായിട്ട് ഡിഫറൻസിൻ്റെ എമൗണ്ട് എത്രയാണ് അതൊന്നും നമ്മൾ തീരുമാനിക്കും. രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് വ്യത്യാസമാണ് ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ളത്, ആ എക്സാക്റ്റ് എമൗണ്ട് എത്രയാണെന്നുള്ളത് എടുക്കുക. എന്നിട്ടോ നാലാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് പോലെ ഡിവൈഡ് ബൈ 2 ടു ഫൈൻഡ് ഔട്ട് ഇഫ് ദർ ഈസ് എനി ബാലൻസ് ഓഫ് സെയിം എമൗണ്ട് ഇൻ ട്രയൽ ബാലൻസ്. ഈ ഡിഫറൻസ് വരുന്ന എമൗണ്ടിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന എമൗണ്ട്, അങ്ങനെ ഒരു എമൗണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഏതെങ്കിലും സൈഡിൽ വന്നിട്ടുണ്ടോ നോക്കുക. ഡിഫറൻസ് കിട്ടിയ എമൗണ്ട് രണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും, റിസൾട്ടിങ് ഫിഗർ ഉണ്ടാവും അല്ലേ. ആ റിസൾട്ടിങ് ഫിഗറിന് തുല്യമായിട്ടുള്ള എമൗണ്ട് ഡെബിറ്റ് സൈഡിലോ ക്രെഡിറ്റ് സൈഡിലോ ട്രയൽ ബാലൻസിൽ വന്നിട്ടുണ്ടോ നോക്കുക. ചിലപ്പോൾ ഇറ്റ് മേ ബി ദാറ്റ് സച്ച് എ ബാലൻസ് മൈറ്റ് ഹാവ് ബീൻ റെക്കോർഡഡ് ഓൺ ദി റോങ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. ചിലപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് കോളം മാറിക്കൊണ്ട് എമൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് കോളത്തിൽ കാണിക്കേണ്ട ഒരു എമൗണ്ട് ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കുകയോ അതിന് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടിയിരുന്ന ഒരു എമൗണ്ട് ഡെബിറ്റ് കോളത്തിൽ കാണിക്കുകയോ ചെയ്തത് കൊണ്ടുള്ള ഒരു ഡിഫറൻസ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ അതിനകത്ത് ഒരു ട്രയൽ ബാലൻസ് കൊടുത്തത് കാണാം. അതിനകത്ത് നമ്മൾ അക്കൗണ്ടിൻ്റെ പേരും കാര്യങ്ങളൊന്നുമില്ല, ഡെബിറ്റ് ക്രെഡിറ്റ് കോളങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഡെബിറ്റ് കോളത്തിൽ 100, 80, 20 3 ഫിഗേഴ്സ് ഉണ്ട്. ടോട്ടൽ 200 രൂപയാണ് ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ 210, 20, 30 3 എമൗണ്ടുകളുണ്ട്. ടോട്ടൽ 260 രൂപയാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ ഒന്നുകൂടെ റീചെക്ക് ചെയ്യുന്നു. ടോട്ടൽ ഇതേപോലെ തന്നെയാണ് കിട്ടുന്നത്. എല്ലാ അക്കൗണ്ടും വന്നിട്ടില്ലേ നോക്കുക, എല്ലാ അക്കൗണ്ടിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെയും ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ എക്സാക്റ്റ് ഡിഫറൻസ് നമ്മളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ്. 200ഉം 260ഉമാണ് എന്ന് പറയുമ്പോൾ 60 രൂപയുടെ ഡിഫറൻസ് ആണ് ഇതിനകത്തുള്ളത് അല്ലേ. 60 രൂപ ക്രെഡിറ്റ് കോളത്തിലെ എമൗണ്ട് കൂടുതലാണ്. നമ്മൾ എന്ത് ചെയ്യണം, ഈ 60 രൂപയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 60 ഡിവൈഡഡ് ബൈ 2 നമുക്ക് 30 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് കിട്ടുന്നത് അല്ലേ. ഇനി നമ്മൾ നോക്കേണ്ടത് 30 എന്ന് പറയുന്ന ഒരു ബാലൻസ് ഈ അക്കൗണ്ട്, ഈ ട്രയൽ ബാലൻസിൻ്റെ ഏതെങ്കിലും സൈഡിൽ വന്നിട്ടുണ്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലേ. ഡെബിറ്റ് സൈഡിൽ 30 എവിടെയുമില്ല. ക്രെഡിറ്റ് സൈഡിൽ പക്ഷേ ഒരു 30 എന്ന് പറയുന്ന ഒരു എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 30 വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഈ ട്രയൽ ബാലൻസ് ടാലിയാവാത്തതിന് കാരണം, അങ്ങനെയാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഒരു പക്ഷേ ഇത് രണ്ട് സൈഡും ഈക്വൽ ആവാത്തതിന് കാരണം
ഈ 30 എന്ന് പറയുന്ന ക്രെഡിറ്റ് കോളത്തിൽ വന്ന എമൗണ്ട് റോങ് ആയിട്ട് ആ സൈഡിൽ കൊടുത്തത് കൊണ്ടായിരിക്കാം. അത് ഒരു പക്ഷേ ഡെബിറ്റ് കോളത്തിലാണ് വന്നിരുന്നത് എങ്കിൽ ഈ ട്രയൽ ബാലൻസ് ടാലി ആവുമോ? നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. നമ്മൾ ജസ്റ്റ് ആ 30 എന്ന് പറയുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഡെബിറ്റ് കോളത്തിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്നത് ഇവിടെ 210, 20, 30 മൂന്ന് എമൗണ്ട് ക്രെഡിറ്റ് സൈഡ് ഉണ്ടായിരുന്നു. 100, 80, 20 മൂന്ന് എമൗണ്ട് ഡെബിറ്റ് സൈഡ് ഉണ്ടായിരുന്നു അല്ലേ. അതിൽ 30 എന്ന് പറയുന്ന ക്രെഡിറ്റ് സൈഡിലുള്ള ആ എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് തൽക്കാലം മാറ്റി എഴുതി നോക്കി. ഇനി നമ്മൾ ജസ്റ്റ് ടോട്ടലി നോക്കാം. ഡെബിറ്റ് സൈഡിൽ 100, 80, 20, 30 230 ആണ് ടോട്ടൽ വന്നത്. ക്രെഡിറ്റ് സൈഡിൽ 210, 20, 230 ആണ് വന്നത്. ഈ 30 രൂപ നമ്മൾ എടുത്ത് എഴുതിയത് അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഫോർ എക്സാമ്പിൾ 30 രൂപ എന്ന് പറയുന്ന എമൗണ്ട് ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നമുക്ക് ആ എമൗണ്ട് ഡെബിറ്റ് കോളത്തിലേക്ക് എഴുതാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ട്രയൽ ബാലൻസിനകത്ത് 30 ഇവിടെ എമൗണ്ട് ഉണ്ട്. നമ്മൾ ഡിഫറൻസ് എടുക്കും 30 തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ആ 30 നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് നോക്കണം, ആ അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ട് ആണോ നോക്കണം. ഇപ്പോൾ ക്രെഡിറ്റേഴ്സിന്റെ എമൗണ്ട് ആണ് 30 എന്നുള്ള പറയുന്ന എമൗണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, 30 ഒരിക്കലും ഡെബിറ്റ് കോളത്തിലേക്ക് എഴുതി നമ്മൾ ടോട്ടൽ ടാലിയാക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊരു സാധ്യതയാണ്. ഒരു പക്ഷേ അങ്ങനെ എറർ വന്നത് കൊണ്ടായിരിക്കാം ട്രയൽ ബാലൻസ് ടാലി ആവാത്തത് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ ഒരു പോസിബിലിറ്റി നമ്മൾ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. ആ 30 രൂപ ഡെബിറ്റ് കോളത്തിലേക്ക് കാണിക്കേണ്ട ഒരു അക്കൗണ്ട് ആയിരുന്നുവെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നമ്മൾ ട്രയൽ ബാലൻസ് എന്താവും, ടാലി ആവും അല്ലേ. ഇനി 5ാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഇഫ് എറർ ഈസ് നോട്ട് ലൊക്കേറ്റഡ്. നമ്മൾ ഈ പറഞ്ഞ 4 സ്റ്റെപ്പുകൾ അപ്ലൈ ചെയ്തിട്ടും നമുക്ക് എറർ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഡിവൈഡ് ഡിഫറൻസ് ബൈ 9. ഇഫ് ഡിഫറൻസ് ഈസ് ഈവൻലി ഡിവിസിബിൾ ബൈ 9, എറർ മേ ബി ഡ്യൂ ടു ട്രാൻസ്പൊസിഷൻ ഓഫ് ദി ഫിഗേഴ്സ്. ഇനി നമ്മൾ ഈ ഡിഫറൻസ് എമൗണ്ട് നമുക്ക് എറേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ഈ ഡിഫറൻസ് എമൗണ്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ഈവൻലി ഡിവിസിബിൾ ആണെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്രാക്ഷൻ ഒന്നും വരാതെ കൃത്യമായിട്ട് നമുക്കതിനെ 9 ആ സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ശിഷ്ടമൊന്നും വരാത്തൊരു ഫിഗറാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എറർ എന്തുകൊണ്ടായിരിക്കാം, എറർ മേ ബി ഡ്യൂ ടു ട്രാൻസ്പൊസിഷൻ ഓഫ് ഫിഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കൊണ്ടായിരിക്കാം. അപ്പം ഒരു എമൗണ്ട് നമ്മൾ എഴുതുമ്പോൾ അതിലുള്ള ഫിഗറുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകുന്ന കാരണം കൊണ്ടുള്ള എറർ ആയിരിക്കാം. ഇതും ഒരു പോസിബിലിറ്റി മാത്രമാണ്. അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് ഒരു എക്സാമ്പിൾ കൊടുത്തതിനകത്ത് കാണാൻ പറ്റും അല്ലെ. 100, 80, 20, 670 ഈ 4 എമൗണ്ടുകൾ ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് കോളത്തിലുണ്ട്. ടോട്ടൽ എടുക്കുമ്പോൾ 870 ആണ് നമുക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. ക്രെഡിറ്റ് കോളത്തിലാണെങ്കിൽ 260ഉം 700ഉം ഉണ്ട് അല്ലേ. ടോട്ടൽ ചെയ്യുമ്പോൾ 960 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 4 സ്റ്റെപ്പുകൾ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാണ്. 4 സ്റ്റെപ്പുകളും വർക്കൗട്ട് ആവുന്നില്ല, നമുക്ക് എറർ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ 5ാമത്തെ സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യാണ്, ഇതിന്റെ ഡിഫറൻസ് നോക്കുക. 870ഉം 960ഉം ആണ് അല്ലേ. 960 മൈനസ് 870 90 രൂപയാണ് ഡിഫറൻസ് കിട്ടുക. ഈ 90നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 90 ഡിവൈഡഡ് ബൈ 9 എത്ര കിട്ടും, 10 കിട്ടും അല്ലേ. എക്സാക്ട് ഫിഗർ നമുക്കൊരു അബ്സല്യൂട്ട് ഫിഗർ 10 കിട്ടി. അതിനകത്ത് ഫ്രാക്ഷൻ ഒന്നും വരുന്നില്ല, ശിഷ്ടമൊന്നും വരുന്നില്ല. ഈവൻലി ഡിവിസിബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ് ഡിഫറൻസ് എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 സൈഡിലും കാണുന്ന ഫിഗേഴ്സിൽ ഏതെല്ലാം ഫിഗർ ട്രാൻസ്പൊസിഷൻ സാധ്യതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ള ഫിഗറുകൾ ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിനകത്ത് അല്ലേ 100 സാധ്യത കുറവാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫിഗർ മാറാൻ സാധ്യത കുറവാണ്. 80 മാറാനുള്ള സാധ്യത കുറവാണ്. 20 സാധ്യത കുറവാണ്. 760 മാറിപ്പോകാൻ സാധ്യതയുണ്ട് അല്ലേ. 670 മാറിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം 6ഉം 7ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ ഒരു പോസിബിലിറ്റി അതിനകത്ത് വരുന്നുണ്ട്. ക്രെഡിറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ 260 ഒരു സാധ്യതയുണ്ട് അല്ലേ. 6ഉം 2ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. 700 അങ്ങനെ സ്കോപ്പ് ഇല്ല. അപ്പോൾ 2 ഫിഗറിനകത്താണ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളത്. ഒന്നുകിൽ 670 എന്ന് പറയുന്ന എമൗണ്ട് അതിൽ 6, 7 ഈ ഫിഗേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാവാം ഒരു പക്ഷേ ഒരു കാരണം. അതല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലുള്ള 260 അത് 6ഉം 2ഉം 6ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കൊണ്ടാവാം. നമ്മൾ ജസ്റ്റ് നോക്കുക. ഇതിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആയി നോക്കുകയാണെങ്കിൽ 670 എന്ന് പറയുന്ന എമൗണ്ട് ട്രാൻസ്പൊസിഷൻ വന്നാൽ വരാൻ സാധ്യതയുള്ള ഫിഗർ ഏതാണ്? സ്വാഭാവികമായിട്ടും 760 ആണ്. 6ഉം 7ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് മാറ്റി നോക്കുക.
അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര എമൗണ്ട് കിട്ടുന്നുണ്ട് നോക്കുക. 100, 80, 20, 760 എത്ര വരും? 960 രൂപ വരും. ക്രെഡിറ്റ് സൈഡിലും 960 രൂപ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 760 നമുക്ക് ഇത് വെച്ച് നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 260 നോക്കണം. ഇപ്പോൾ നമുക്കിവിടെ കഴിയുന്നുണ്ട്. നമ്മൾ 670 6ഉം 7ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ട്രയൽ ബാലൻസ് ടാലിയാക്കാൻ പറ്റി. ഇൻ കേസ് അത് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ഓപ്ഷൻ 260 ആണ് അല്ലേ. 260 2 6 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണെങ്കിൽ നമ്മൾ 620 ഇട്ട് നോക്കിക്കൊണ്ട് നമ്മൾ ടോട്ടൽ നോക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതാണ് 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതും നമുക്ക് ഒരു എറർ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു പോസിബിലിറ്റി മാത്രമാണ്. അങ്ങനെ എറർ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കാം എന്നുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റെപ്പ് ഉപയോഗിക്കുന്നത്. ഈ സ്റ്റെപ്പ് ഉപയോഗിച്ചത് കൊണ്ട് പൂർണ്ണമായ റിസൾട്ട് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് നമുക്കതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയുള്ള നിർബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ്. 6ാമത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ ഈ 5 സ്റ്റെപ്പ് അപ്ലൈ ചെയ്തിട്ടും നമുക്ക് ഡിഫറൻസ് വരികയാണെങ്കിൽ, ഈ ഡിഫറൻസ് ഈസ് ലാർജ് വൺ, കമ്പയർ ട്രയൽ ബാലൻസ് ഓഫ് കറന്റ് ഇയർ വിത്ത് ട്രയൽ ബാലൻസ് ഓഫ് പ്രീവിയസ് ഇയർ ആൻഡ് സി വെദർ ദർ ഈസ് എനി ലാർജ് ഡിഫറൻസ് ബിറ്റ്വീൻ ബാലൻസസ് ഓഫ് ഇമ്പോർട്ടന്റ് അക്കൗണ്ട്സ് ഇൻ ലെഡ്ജർ. ഈ ഡിഫറൻസസ് വലിയൊരു എമൗണ്ട് ആണെങ്കിൽ, അതായത് ട്രയൽ ബാലൻസിനകത്തുള്ള ഡെബിറ്റ് ക്രെഡിറ്റ് കോളങ്ങളുടെ വ്യത്യാസം നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ വർഷമുള്ള ട്രയൽ ബാലൻസിനെ തൊട്ടു മുമ്പുള്ള വർഷത്തെ ട്രയൽ ബാലൻസുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അതിനകത്തുള്ള പ്രധാനപ്പെട്ട അക്കൗണ്ടിലൊക്കെ നോക്കുക. ആ അക്കൗണ്ടുകളിലൊക്കെ വലിയ ഡിഫറൻസ് എമൗണ്ട് വന്നിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ചിലപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏതെങ്കിലും എമൗണ്ടുകൾ നമ്മൾ അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതുമ്പോൾ അതിൽ വന്ന ഒരു ഡിഫറൻസ് ഒരു വലിയ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷം ഒരു 5 ലക്ഷം രൂപ സെയിൽസ് ഉണ്ടായിരുന്നു, ഈ വർഷം എഴുതുമ്പോൾ 50,000 രൂപയായിട്ടുണ്ട് അല്ലേ. ഒരു 0 ഇടാൻ കുറഞ്ഞു പോയതാണ്. അപ്പോൾ ആ അത്രയും എമൗണ്ട് ₹4,50,000 ഡിഫറൻസ് വരും ആ ഒരു ഫിഗറിൽ. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? 2 വർഷങ്ങളിലെയും ട്രയൽ ബാലൻസിലെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകളുടെ ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിൽ വലിയ ഡിഫറൻസ് ഏതെങ്കിലും അക്കൗണ്ടിൽ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ ആ അക്കൗണ്ട് ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക എന്നുള്ളതാണ് 6ാമത്തെ സ്റ്റെപ്പ്. ഇഫ് എറർ ഇസ് സ്റ്റിൽ നോട്ട് ട്രേസബിൾ, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് പോസ്റ്റിംഗ് ടു ലെഡ്ജർ ആർ തറവലി ചെക്ക്ഡ്. ഇനി 6ാമത്തെ സ്റ്റെപ്പും വർക്കൗട്ട് ആവുന്നില്ലെങ്കിൽ, നമുക്ക് എറർ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, നമ്മുടെ ജേണലും സബ്സിഡിയറി ബുക്കൊക്കെ നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അതിൽ വന്ന എൻട്രീസ് എല്ലാം കറക്റ്റ് അല്ലേ, അത് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തത് കറക്റ്റ് അല്ലേ, അങ്ങനെ ഓരോ അക്കൗണ്ടിങ് എൻട്രിയും നമ്മൾ അതിൻ്റെ അക്കൗണ്ടിങ് ജേണലിനകത്തും ലെഡ്ജറിലേക്കുള്ള പോസ്റ്റിങ്ങും തറവായിട്ട് ചെക്ക് ചെയ്യണം. ഇതാണ് 7ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇഫ് എറർ ഈസ് നോട്ട് ഡിസ്ക്ലോസ്ഡ്, ഇങ്ങനെ ചെയ്തിട്ടും എറർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവസാനത്തെ സ്റ്റെപ്പാണെന്ത്? ഡിഫറൻസ് ഓഫ് ട്രയൽ ബാലൻസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു സസ്പെൻസ് അക്കൗണ്ട്. ഈ ഡിഫറൻസ് വരുന്ന എമൗണ്ടിനെ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന, നമ്മൾ താൽക്കാലികമായിട്ട് എറർ ലൊക്കേഷൻ ആൻഡ് റെക്ടിഫിക്കേഷൻ പർപ്പസിന് ഉപയോഗിക്കുന്ന ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് അവസാന സ്റ്റെപ്പ്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ട്രയൽ ബാലൻസ് ടാലിയാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ നേരെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്യരുത്. പകരം നമ്മൾ ഈ പറഞ്ഞ 7 സ്റ്റെപ്പുകളും അതിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇതൊന്നും വർക്കൗട്ട് ആയിട്ടില്ലെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? ട്രയൽ ബാലൻസിൽ ഡിഫറൻസ് എമൗണ്ടിനെ സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവൂ. അപ്പോൾ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് എത്രയാണോ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡെബിറ്റ് സൈഡിലാണ് ഡിഫറൻസ് എമൗണ്ട് കുറവുള്ളത്, ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ടിനേക്കാൾ ഒരു 5,000 രൂപ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളതിനെ ഇക്വിറ്റിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടിന് ഈക്വൽ ആക്കണമെങ്കിൽ 5,000 റുപ്പീസ് ഡെബിറ്റ് സൈഡിൽ ചേർക്കേണ്ടതായിട്ട് വരും അല്ലേ. ആ 5,000 റുപ്പീസിനെ സസ്പെൻസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് 5,000 ഡെബിറ്റ് കോളത്തിൽ എഴുതുക. അങ്ങനെ നമ്മൾ ട്രയൽ ബാലൻസ് 2 സൈഡിലെയും എമൗണ്ടിനെ ഈക്വൽ ആക്കിയിട്ട് എടുത്തിട്ടാണ് അടുത്ത ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ വരുന്നത്. ഓക്കെ, ഇനി റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സിന്റെ റെക്ടിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. If an error is found immediately after making an entry, it may be corrected by neatly crossing out wrong entry and making correct entry. നമ്മളൊരു ജേണൽ എൻട്രി അല്ലെങ്കിൽ നമ്മൾ ഒരു സബ്സിഡറി ബുക്കിനകത്ത് എൻട്രി നമ്മൾ പാസ് ചെയ്തു, നമ്മളൊരു എൻട്രി റെക്കോർഡ് ചെയ്തു. നമുക്ക് ഉടനെ മനസ്സിലാവുകയാണ് തെറ്റാണ്, നമ്മൾ എഴുതിയ എൻട്രി തെറ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ട് തെറ്റാണ് എന്ന് നമുക്ക് ഉടനെ തന്നെ മനസ്സിലാവുകയാണെന്ന് എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ എൻട്രി നീറ്റായിട്ട് ഒന്ന് ക്രോസ് ചെയ്തിട്ട് കറക്റ്റ് എൻട്രി അവിടെ എഴുതി വെച്ചാൽ മതി.
ഉടനെ തന്നെ കാണുകയാണെങ്കിൽ ഒരു അക്കൗണ്ടിങ് എൻട്രി, ഒരു ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സബ്സിഡറി ബുക്കിൽ ഒരു എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, ഉടനെ നമ്മൾ അതിൻ്റെ ആ ഒരു എന്താ പറയുക, അത് തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ആ തെറ്റായ എൻട്രി ക്രോസ് ചെയ്തുകൊണ്ട് അവിടെ കറക്റ്റ് എൻട്രി എഴുതിയാൽ മാത്രം മതി. അതേസമയത്ത് ഈ എറേഴ്സ് ആർ ലൊക്കേറ്റഡ് ആഫ്റ്റർ സം ടൈം, ഇറ്റ് മസ്റ്റ് ബി കറക്റ്റഡ് ബൈ മേക്കിംഗ് അനദർ സ്യൂട്ടബിൾ എൻട്രി കോൾഡ് റെക്ടിഫിക്കേഷൻ എൻട്രി. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അന്ന് എഴുതിയ ആ എൻട്രി തെറ്റായിരുന്നു. അതിൽ നമ്മൾ ആ എൻട്രി ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ എൻട്രി തെറ്റായിരുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ ക്രോസ് ചെയ്തിട്ട് എമൗണ്ട് മാറ്റി എഴുതാൻ പറ്റില്ല. പകരം ചെയ്യേണ്ടത് എന്താണ്, വേറെ ഒരു അക്കൗണ്ടിങ് എൻട്രി പാസ് ചെയ്യുക, എന്നിട്ട് ആ എൻട്രി റെക്ടിഫൈ ചെയ്യാൻ. ഇപ്പം നമ്മൾ തെറ്റായ എൻട്രി പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ, ഇപ്പൊ സെയിൽസ് അക്കൗണ്ടിൽ ഒരു 5000 രൂപ കൂടുതൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 5000 രൂപ സെയിൽസ് അക്കൗണ്ടിൽ കുറക്കണം അല്ലെ. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു ക്രെഡിറ്റ് അക്കൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ടിലെ എമൗണ്ട് കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സെയിൽസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ ആ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് എൻട്രി പാസ് ചെയ്തുകൊണ്ട് ഈ എറേഴ്സിനെ റെക്ടിഫൈ ചെയ്യണം. അതിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ റോങ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടിങ് എൻട്രി കറക്റ്റ് ചെയ്യാൻ വേണ്ടി പാസ് ചെയ്യേണ്ടുന്ന മറ്റൊരു അക്കൗണ്ടിങ് എൻട്രിയാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എൻട്രി എന്ന് പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണെന്നുള്ളത് പിന്നീട്. അപ്പോൾ ഇതാണ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എറേഴ്സിനെ റെക്ടിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എറർ റെക്ടിഫൈ ചെയ്യേണ്ട ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എറേഴ്സിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 3 ടൈപ്പ് എറേഴ്സ് കാണാൻ പറ്റും. ഒന്ന്, an error which occurs simultaneously in 2 accounts causing a short debit in one and an excess debit in another അല്ലേ എന്ന് പറയുന്നത് ഇവിടെ, or an excess credit in one and short credit in another. ഇവിടെ 2 അക്കൗണ്ടിൽ ഒരേ സമയത്ത് എറർ സംഭവിക്കുന്നുണ്ട്. 2 അക്കൗണ്ടിൽ എറർ സംഭവിക്കുന്നുണ്ട്. എന്താണ് എറർ സംഭവിക്കുന്നത്, ഒരു അക്കൗണ്ടിൽ ഷോർട്ട് ഡെബിറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു അക്കൗണ്ടിൽ എക്സസ് ഡെബിറ്റ് ആണ്, ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അക്കൗണ്ടിൽ ഷോർട്ട് ഡെബിറ്റും മറ്റൊരു അക്കൗണ്ടിൽ എക്സസ് ഡെബിറ്റും വരാം. അതേപോലെ തന്നെ ഒരു അക്കൗണ്ടിൽ എക്സസ് ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മറ്റൊരു അക്കൗണ്ടിൽ ഷോർട്ട് ക്രെഡിറ്റ് ആണ്, യഥാർത്ഥ ക്രെഡിറ്റിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ക്രെഡിറ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ ടൈപ്പ് എറർ. രണ്ടാമത്തത്, an error which occurs simultaneously in 2 accounts but on opposite sides, causing a more or less debit in one and a more or less credit in another account. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, ഇവിടെയും അതേപോലെ തന്നെ ഒരേ സമയത്ത് 2 അക്കൗണ്ടിൽ എറേഴ്സ് സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ഓപ്പോസിറ്റ് സൈഡിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞ കേസിൽ ഒരേ സൈഡിലാണ് അല്ലെ, ഡെബിറ്റ് സൈഡിൽ തന്നെ ഒരു അക്കൗണ്ടിൽ ഷോർട്ട് ഡെബിറ്റും മറ്റൊരു അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എക്സസ് ഡെബിറ്റുമാണ്. അപ്പോൾ രണ്ടും ഒരു സൈഡിലാണ് വരുന്നത്. പക്ഷേ ഇവിടെ 2 അക്കൗണ്ടിൽ ഒരേ സമയത്ത് എറർ സംഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ്, ഒരു അക്കൗണ്ടിൽ എന്ത് സംഭവിക്കുന്നു, ആക്ച്വൽ ഡെബിറ്റിനേക്കാൾ കൂടുതലോ കുറവോ ആയ ഡെബിറ്റ് നമ്മൾ കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ എത്ര ഡെബിറ്റാണോ കൊടുക്കേണ്ടിയിരുന്നതെങ്കിൽ അതിനേക്കാൾ എക്സസ് ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഡെബിറ്റോ ഒരു അക്കൗണ്ടിൽ വന്നു. മറ്റൊരു അക്കൗണ്ടിൽ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ് അതിൻ്റെ എൻട്രി വരുന്നത്, അതായത് എറർ വരുന്നത്. അതായത് ക്രെഡിറ്റ് സൈഡിൽ എത്ര എമൗണ്ട് ആണോ ആക്ച്വലി വരേണ്ടിയിരുന്നത് ആ എമൗണ്ടിനേക്കാൾ കൂടുതലോ കുറവോ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് ക്രെഡിറ്റ് മറ്റൊരു അക്കൗണ്ടിൽ വന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടിൽ ഡെബിറ്റിൽ കൂടുതലോ കുറവോ വരികയോ മറ്റൊരു അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ കൂടുതലോ കുറവോ വരികയോ ചെയ്യുന്ന രീതിയിലുള്ള എറേഴ്സ് ആണ് രണ്ടാമത്തെ ടൈപ്പ്. മൂന്നാമത്തെ എന്താണ്, an error which occurs in 2 accounts due to omission of recording transactions. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നത് കൊണ്ടുണ്ടാകുന്ന എററാണ്. 2 അക്കൗണ്ടുകളിൽ എറർ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഒമിഷൻ, ഒരു എൻട്രി തീരെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നേ ഇല്ല. ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് ഒരു 1000 രൂപയുടെ ഗുഡ്സ് വിറ്റു, കടമായിട്ട് വിറ്റു. ആ എൻട്രി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നേ ഇല്ല എന്ന് പറയുമ്പോൾ 2 അക്കൗണ്ടിൽ അവിടെ എറർ വന്നു അല്ലേ. എക്സ് അക്കൗണ്ടിൽ അവിടെ ഒരു ഷോർട്ട് ഡെബിറ്റ് വരും. അതുപോലെ തന്നെ ഇവിടെ സെയിൽസ് അക്കൗണ്ടിൽ ഒരു ഷോർട്ട് ക്രെഡിറ്റ് വരും. കാരണം സെയിൽസ് അക്കൗണ്ടിൽ ഈ എമൗണ്ട് കൂടെ സെയിൽസ് ആയിട്ട് വരേണ്ടിയിരുന്നു, ആ എമൗണ്ട് കുറവായിട്ട് സെയിൽസ് അക്കൗണ്ടിൽ വരും. എക്സ് അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് വരേണ്ട ₹1000 വരേണ്ടിയിരുന്നു, പക്ഷേ ഈ എൻട്രി ഒമിറ്റ് ചെയ്യുന്നതോടുകൂടി അവിടെ ആ ഡെബിറ്റ് ഷോർട്ട് ഡെബിറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് റെക്ടിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ എറേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.